അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്കെൻഡ് ഒരു വ്ളോഗ് ചെയ്തിട്ട് ഇടാം. രാവിലെ നീച്ചപ്പോൾ തന്നെ ഫുൾ മെസ്സായിട്ടാണ് കിടന്നിരുന്നത്. തലേ ദിവസം രാത്രി ടി വി ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. പഴയ ടി വി ഓരി വെച്ചിട്ട് പുതിയ ടി വി ഫിറ്റ് ചെയ്തതാണ്. അത് ഫുള്ള് ഇവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടിക്കണു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ വരുമ്പോഴേക്കും പുട്ടുണ്ടാക്കി, പുട്ടും പഴവും. വരുമ്പോൾ അവിടെ ഇക്കാക്ക് ഓഫീസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇതൊക്കെയാണ് കിട്ടുക. അതിൽ ഈ ബണ്ണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ഐസ്മോൻക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കൊണ്ടുവരും. ഓരോ ബണ്ണും ഡിഫറെൻ്റാണ്. ശരിക്കും എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഐസ്മോൻക്ക് പള്ളിയിൽ പോകണം പറഞ്ഞപ്പോൾ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം പിന്നെ അവർ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത്. അപ്പോൾ ഇത് ഫ്രിഡ്ജ് ഞാൻ എന്തൊക്കെയുണ്ട്, ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് എന്തൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പണ്ടത്തേത് ആദ്യം എടുക്കാൻ വേണ്ടി അതെല്ലായിടത്തും മുകളിലോട്ട് വെക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചത് എഗ് ട്രേനെ കുറിച്ചിട്ടാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഒന്ന് ഇത്രയും കടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചൊരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി. പുറത്ത് നമ്മളും നമ്മുടെ മുകളിൽ കസിൻസ് ഉണ്ട് പറഞ്ഞില്ല, അവരും നമ്മൾ 2 ഫാമിലി ആയിട്ട് ഒരുമിച്ചാണ് പോണത്. അപ്പോൾ പോണ വഴിക്കിൽ ഞങ്ങൾ ചായയും കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ പോകണം. നമ്മളിന്ന് പോണത് ക്രിസ്റ്റൽ വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലുസൈലിലാണ് അത് ഉള്ളത്. അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല, കുറച്ചായി അത് തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലുസൈൽ സിറ്റി എത്തിക്കഴിഞ്ഞാൽ അതുപോലെ കുറച്ച് അടിപൊളി ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, കാണാൻ ചന്തമുള്ള ബിൽഡിങ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് പാർക്കിംഗ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ അടിപൊളിയായിരുന്നു. അടിപൊളി ഫീൽ തന്നെ കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ. കാരണം നല്ല എയർ വെന്റിലേഷൻ എന്താണെന്നറിയില്ല, സൈഡിൽ നിന്നും മുകളിൽ നിന്നും താഴത്തുനിന്നും എല്ലായിടത്തും കാറ്റും AC തണുപ്പൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വേറെ തന്നെ ഒരു ഫീലായിരുന്നു അതിനെ നടക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് ചൂട് ക്ലൈമറ്റ് ആയി തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ നല്ല സുഖം. അത് മാത്രമല്ല, ഈ താഴെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് എന്താണ് സംഭവം എന്നറിയില്ല, നല്ല ക്രിസ്റ്റൽസാണ്. ഓരോ ക്രിസ്റ്റൽസും വെച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവങ്ങളാണ്. 2-3 കളേഴ്സിലുണ്ടായിരുന്നു. ഗോൾഡൻ തീമിലും ഉണ്ടായിരുന്നു, ബ്ലൂ തീമിലും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ കുറേ ഉണ്ട്. ഞാൻ പറ്റുന്ന പോലെയൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മുകളിൽ കാണുന്നതിൻ്റെ കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ചില്ലായി വൈബായിട്ട് കുറേ നേരം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്ഥലമാണത്. കാരണം ഒരു ഫീലാണ്, പ്രത്യേക തരം ഫീലാണത്. എന്താണെന്നറിയില്ല, കാണാൻ ഒരു തവണ കാണാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ പോവാൻ ഒന്നും കൂടി എനിക്ക് ഇനിയും അങ്ങോട്ട് പോകണോ ചോദിച്ചു കഴിഞ്ഞാൽ പോവാമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇതാ കണ്ടില്ല, ഞാൻ ഇരിക്കണതിൻ്റെ താഴത്തുനിന്നൊക്കെയാണ് കാറ്റ് വരുന്നത്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി അതുകൊണ്ടാവും എനിക്ക് അത്ര ഇഷ്ടമായത് ആ സ്ഥലം. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഈ ഒരു ദിവസം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ നീച്ച് മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ പല്ലേക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഡ്രിങ്കിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുന്നല്ലോ, അപ്പോൾ അത് രാവിലെ നീച്ച് കഴിഞ്ഞാൽ കുടിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കുടിക്കുന്നുണ്ടത്. പക്ഷെ അത് കുറേ വെള്ളത്തിലിട്ട് കുടിക്കാൻ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഹണി വെച്ചിട്ടൊന്നും അല്ല കുടിക്കുന്നത്, റോ ആയിട്ടാണ് കുടിക്കണം. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളത്തിൽ 2 ക്യൂബ്സും ഒരുമിച്ചിട്ടിട്ടാണ് കുടിക്കൽ. അങ്ങനെ പിന്നെ നടക്കാൻ പോയി.
നമ്മുടെ മുകളിൽ കസിൻസ് ഉണ്ട് പറഞ്ഞാൽ അവരുടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി നടക്കാൻ പോയി. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ, കാരണം 4:45 അങ്ങനെ. പക്ഷെ വെളിച്ചമുണ്ട്, ഇപ്പോൾ ഡേ കൂടുതലായതുകൊണ്ട് നല്ല വെളിച്ചമാണ്. പിന്നെ ഇതെന്താ വെച്ചാൽ അറബി വീടിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ പോകുമ്പോൾ അടിപൊളി വണ്ടികൾ കാണാം. ഈ ഖത്തറിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വണ്ടികളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഒന്നും ഞാൻ വണ്ടികളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വന്ന് വെറൈറ്റീസ് ഓഫ് വണ്ടികൾ കാണുമ്പോൾ നമുക്ക് അറബി വീടുകളുടെ മുമ്പ് കൂടെ പോകുമ്പോൾ റേഞ്ച് റോവർ, ലെക്സസ്, BMW, ബെൻസ്, ജിമ്മി, പോർഷെ, ലാൻഡ് ക്രൂസർ. അമ്മ ഞാൻ എത്രങ്ങാനും കാറിൻ്റെ പേരപ്പോൾ പഠിച്ചിക്കണമെന്നറിയാം. അപ്പോൾ നമ്മൾ വീടെത്താനായി. അവൾക്കിന്ന് സൂര്യൻ കാക്ക മുകളിലേക്ക് വന്നിക്കണു. നമ്മൾ വീടെത്തിയപ്പോൾ 5:30. പിന്നെ ആസ് യൂഷ്വൽ രാവിലെ ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്, ലുലുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലുലു എത്തി. നമ്മൾ സാധനങ്ങൾ എന്തൊക്കെയാണ് മേടിക്കണം എന്നുള്ളൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ചെമ്മീനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്മീൻ മേടിച്ചു. നമ്മുടെ വലിയ മാന്തളുണ്ടായിരുന്നു, അതും മേടിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ ചില്ലറ സാധനങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ, അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഐറ്റമിന് ഒരാഴ്ചത്തേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ നമ്മളെ നാട്ടിൽ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ, ലേറ്റ് തൂക്കിയിട്ടിരിക്കണം, അതേപോലെ ഒരു അറബി വീട് കണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു കിവിക്ക്. നല്ല വലിയ കിവിയും കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ പച്ചയായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ തപ്പി പിടിച്ചിട്ട് എങ്ങനെയാണ് കിവി പഴുപ്പിക്കാൻ നോക്കിയപ്പോൾ പഴുക്കാൻ വെക്കണം, പഴത്തിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ പഴുക്കുന്നു കണ്ടു. അപ്പം അങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴുക്കുമില്ലേ നമുക്ക് പഠിച്ചവനക്കറിയാം. അപ്പം എന്തായാലും അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്, മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ വല്ല മെത്തേഡും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മുട്ടട്രേൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണ്. ഈ കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയൊരു പ്രൊഡക്റ്റാണിത്. കാരണം ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് മുട്ടയാണ്. ഒരാഴ്ചക്ക് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ്. ഐസമാണെങ്കിലും ഇക്കയാണെന്നുണ്ടെങ്കിലും മുട്ട നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അധികം ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയാവും. അപ്പോൾ ഈ മുട്ട ട്രേ ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറേ സ്പൈസ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. ഇതൊക്കെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് സ്ഥലമാണ് ഇതിന് വേണ്ടുള്ളൂ. ഒരു 30 മുട്ട അതിൽ കൊള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ബായ്.